അവിടെ ആരോ കാടൊക്കെ ഇതാക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും കുടിച്ചിട്ട്. നിങ്ങളതും ഒക്കെ അങ്ങോട്ട് കയറിയിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വന്ന് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം കേട്ടോ, എന്തും ചെയ്തെന്ന് അറിയാമല്ലോ. ആ ഉം, ആ ആ ആ ആ ആ ആ ആ ആ ശരിയാ. ആ ആ ഇയാൾ കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് എടുക്കുക ഇന്ന്. ആ 45 ലക്ഷം ഇവൻ റെഡിയാക്കും. എന്റെ മോനെ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത് നിനക്കറിയാവോ? ആ ആ ആ ആ ആ അയ്യോ, ഇതുപോലെ പന്ന ആൾക്കാർ പന്നച്ചോ. ഇതുപോലെ ആ വക്കീൽ പറഞ്ഞു കേട്ടില്ലേ, ഇതുപോലൊരു സാധനം അയലത്തുണ്ടെങ്കിലേ, കേട്ടില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞു? ആ ആ ആ ആ ആ ആ ആ നിങ്ങളെ നല്ല അത് എന്തെങ്കിലും ചെയ്തു തരണം കേട്ടോ, അന്ന് തന്നെ ചെയ്തേക്കണം. ആ ആ അതെ. ആ ആ വേണ്ട വേണ്ട. ആ ആ ആ ഇവര് എണ്ണം പണ്ട് നമ്മുടെ രാജപ്പൻ എന്ന് പറഞ്ഞ മാമ കൊടുത്തതാ, അതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ കാണും. എന്തൊരു ചീത്തയാ പറയുന്നത്, നാട്ടെടുത്ത വൃത്തികേടേ പറയത്തുള്ളൂ ഇവൻ. എന്റെ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബ്, അങ്ങനെ ഇത്ര ഇവന്മാരുടെ നമ്മുടെ ഡിവോഴ്സാണ് ശല്യം. കാരണം കുറെ എണ്ണം ഉണ്ട്, ഭയങ്കര ശല്യമാണ് നമ്മളോട്. ഇതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളോടുള്ള ഈ ശല്യം നിങ്ങൾക്ക് അറിയില്ല, എന്തൊരു കള്ളങ്ങളാ പറയുന്നത് അറിയാമല്ലോ. അതുപോലെ കുറെ എണ്ണം നടക്കുക. ഈ സോമൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര അവന്മാർക്കെല്ലാം അടിച്ചു മാറ്റണം എന്നുള്ള ആലോചനയാട്ടോ ഇതെല്ലാം നടക്കുന്നത്. ഭയങ്കര കള്ളരാ. പറയരുത്, ഒന്നും പറയരുത് കേട്ടോ, സൂക്ഷിച്ച് കണ്ടേ. നമുക്കങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഭയങ്കര നിങ്ങൾക്ക് അറിയത്തില്ല, ഇത് ഭയങ്കര നമ്മളെ കയ്യൊപ്പിച്ചെടുക്കുക, സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്നുള്ളത്, അങ്ങനെ പല പല വേലകളാണ്. അതുകൊണ്ട് ഒരിക്കലും ഭയങ്കര ക്രൂക്കടാണ് ഇവരൊക്കെ കേട്ടോ, ഭയങ്കര ക്രൂക്കടാണ്. നേരെ വാ നേരെ പോകുന്നുള്ള ഒരു സ്വഭാവമില്ല. നമ്മളോട് എന്തൊക്കെയാ ചെയ്യുന്നത്, നമ്മളെ ഇവിടുന്ന് കയറി പിടിച്ചോണ്ട് പോവാൻ. എന്റെ ക്യാമറ അടിച്ചു പൊട്ടിച്ചിരിക്കുന്ന മോകാണ്ടില്ലയോ? ഇനി വരുന്ന നമ്മുടെ 5 CCTV ക്യാമറ ഞങ്ങളുടെ ഒറ്റയ്ക്കായിരുന്നു 2019-20 ഡിവോഴ്സ് കഴിഞ്ഞ്. എന്റെ 5 എല്ലാം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് കളയുക, അങ്ങനെ പല പല പ്രശ്നങ്ങളായി ഇവിടെ നടക്കുന്നത്. എന്നും പ്രശ്നങ്ങളായിട്ട്, എന്നും വഴക്ക. പണ്ടെങ്ങനെയാണോ നിങ്ങൾ അമ്മയ്ക്കറിയാം, പണ്ടെങ്ങനെയാണോ അതിന്റെ പിന്നത്തത ഇപ്പോഴും. ഭയങ്കര ശല്യമാ. അയ്യോ നല്ല രണ്ടെണ്ണം പൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടിണ്ടല്ലോ മര്യാദ പഠിക്കും. ആരെ കൊണ്ടെങ്കിലും പൊട്ടിക്കണം. എവിടെ നിങ്ങളുടെ കേസ് കൊല്ലത്താണോ? കൊല്ലത്തല്ലേ? കായംകുളമാണോ? കായംകുളം കോടതിയിലാണോ? ആ ആ ആ ആ പിന്നെ ഭയങ്കര ഇതാണ്. എന്തെല്ലാം മോനെ പറയുന്നത്. അവന് എല്ലാവരുടെയും വയസ്സറിയണം, ഏത് വയസ്സിലാണ് കല്യാണം കഴിച്ചെന്ന് അറിയണം. അവന് ഭയങ്കര അസുഖങ്ങളായത്. ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്തോ, മറ്റുള്ളവരുടെ വയസ്സൊക്കെ. ഏഹ് ആ ആ ഓ ഓ ഓ ഓ. ആ ഓ അങ്ങനെയൊക്കെ ആ മോനെ ഒരു കാര്യം കേട്ടോ, ഇവന്റെ മോനെ ഇല്ലേ, ഇൻഷുറൻസ് ഇല്ലേ, ഗൾഫ് ഇൻഷുറൻസ് ഒക്കെ അടിക്കാൻ വേണ്ടി ചുമ്മാതെ കൊണ്ട് ഹോസ്പിറ്റലിട്ട് ഇതൊക്കെ വാങ്ങിച്ചതാ, മനസ്സിലായോ? മോന്റെ അമ്മയ്ക്കറിയില്ല, കോമയിൽ കിടക്കുന്ന ഒരു അനങ്ങോ മോനെ.
ഇല്ലെന്ന് മോനെ അറിയാലോ, ഞാൻ ഇന്നലെ ചെന്ന് കണ്ടതാ. ഇവന് കയ്യും കാലും ഇട്ട് അടിക്കുകയും മൂക്കിൽ ചൊറിയുകയും ഒരു കുഴപ്പമില്ല. ഇവനെ കള്ളൊക്കെ കൊടുക്കും കണ്ടുപിടിക്കുമായിരുന്നു ഇവന്റെ മോനും. അങ്ങനെ കള്ളിനകത്ത് ഈ ഫേഷ്യൽ അവന്മാരെല്ലാം കൂടെ, അതുകൊണ്ട് ഇവന്മാരൊന്നും ഒരിക്കലും സഹകരിക്കരുത് കേട്ടോ. ഇവന്മാര് കള്ളൊക്കെ കൊടുത്ത് ഇവനെ മയങ്ങാനുള്ള സാധനം കല്ലിനകത്ത് കൊടുത്ത് ഇവനെ പള്ളിപ്പാട്ട് ഇവന്റെ ഭാര്യ വീട്ടിലോട്ട് വിട്ട്. ഇവൻ നമ്മുടെ കുഞ്ഞമ്മൂട് എന്ന് പറയുന്ന സ്ഥലം അറിയാം, ഇവിടെ അടുത്ത് തന്നെ. മാവേലിക്കരയ്ക്ക് തൊട്ട് മാവേലിക്കര കോളേജ് ഇപ്പുറവാ. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവ മയങ്ങി വീണിട്ടു. ഇവനെ എടുത്ത് നമ്മുടെ എന്തുവാ അതിന്റെ പേര്, ആംബുലൻസിനകത്താക്കി ഇവനെ നേരെ ബേച്ചൂരിൽ കൊണ്ടുപോയി. ഇവിടെ ഇപ്പൊ അറിയാലോ ഇൻഷുറൻസിനെ പറ്റിക്കുന്ന പല പല രീതികൾ. അവിടെ കൊണ്ടുവന്നിട്ട് കോടികൾ ഇപ്പൊ ഇവന് 45 ലക്ഷം കിട്ടി, ഭയങ്കര കുടിയാണ്. ഇന്ന് 3 പേരാണ്. എന്നിട്ട് ഇവളും പോയി. പള്ളിപ്പാട്ടുകാരി ഇപ്പൊ ഇവിടെ പോലും എത്തില്ല. അങ്ങനെയാണോ സാധാരണ? ഇപ്പൊ മോന് അല്ലെങ്കിൽ മോന്റെ ഭാര്യയ്ക്ക് അങ്ങ് പോവോ നിങ്ങള്? ആ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളാ ഭയങ്കര തന്നെ ഇത്. അതുപോലെ മോന്റെ എന്താ പറയുന്ന ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ടല്ലോ, വലിയ സത്യമാമയമ്മ. എന്റെ മോനൊക്കെ മറ്റു അവർ ഇവര് റെഡിയാക്കുന്നത് ഇതെല്ലാം കേട്ടോ. അതിന്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റുന്ന ആ പെണ്ണിനെ അധികാരെ കൊണ്ടൊക്കെയോ എന്തുവാ വഴങ്ങിക്കൊണ്ട് പോവുകയും അതൊക്കെ അറിയത്തില്ലയോ? ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ മോനെ. ആ പെണ്ണിനെ ഇതുപോലെ വിളിച്ചോണ്ട് പോയിട്ട് ആ ചെറുക്കനെ കന്നാക്കി. ആ ചെറുക്കനൊക്കെ പാവമായിരുന്നു, അതൊക്കെ ജോലി ചെയ്ത് അവനെ ഇങ്ങനെ കള്ളു കൊടുത്തു ഇങ്ങനെയൊക്കെ ആക്കി സ്വത്തുക്കൾ. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും വളരെ ഇവരെന്ത് ചെയ്യുന്ന ആൾക്കാരാ. വെറും ക്രിമിനൽസ് ഇവിടെ ഉള്ളത് കേട്ടോ. ഭയങ്കര ക്രിമിനലാ. ആ അയ്യോ അയ്യോ അറിയാം അറിയാം വന്നിട്ട്. ആ 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 കുഴപ്പമില്ല കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്ന മതി നല്ലത്. ഇവിടുത്തെ ഈ ബിജു എന്ന് പറയുന്നവനെ ഞാൻ ബന്ധമില്ല, ഇവനുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വേറൊരു വക്കീലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാതെ കൊണ്ടുപോകണം കേട്ടോ. ആ ആ ആ ആ ആ ഇവനോട് ചോദിക്കണം ഇതുപോലെ ഇതെല്ലാം ഈ അയൽക്കാരോടെല്ലാം ഇങ്ങനെ വസ്തുക്കൾക്ക് വേണ്ടി ഇതല്ലയോ എല്ലാ സഹോദരിമാരോടും. നിങ്ങൾ നേരത്തെ വന്നതിന് നമ്മൾ ഈ കേസിൽ നമ്മളെല്ലാം എടുത്ത് വെച്ചേനെ. ആ കായംകുളം കോടതി തന്നെ ഈ അവരോട് പറയണം. അപ്പൊ ഈ കായംകുളം കോടതി ഇല്ലയോ അന്നേരം പറഞ്ഞു ഈ കായംകുളം സിവിൽ കോടതി. ആ വക്കീലിനോട് പറഞ്ഞു ഈ കായംകുളം സിവിൽ കോടതി നിനക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു, കായംകുളം ക്രിമിനൽ കോടതി നിനക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു ചോദിക്കണം കേട്ടോ. നീ അയലത്തുള്ള പെണ്ണുങ്ങളെ കണ്ണടിച്ച് കുത്തിച്ചത് പല്ല് പറിച്ചത് ഇതെല്ലാം നിന്റെ പേരിൽ ഉണ്ടായിരുന്നല്ലോ. നീ ഇത് ഇങ്ങനെ കേസുമായി നടന്നു കൊടുത്തല്ലോ ചോദിക്കണം. ഇതെല്ലാം ചോദിക്കണം കേട്ടോ. ഇതൊക്കെ ചോദിപ്പിക്കണം. നാളെ പ്രോബ്ലം ശരിക്കും ഇവരെ കുടഞ്ഞു വിടണം. ഇവനൊരു ക്രിമിനൽ ആണെന്ന് അവിടെ വരുത്തി വെക്കണം കേട്ടോ. മോനെ അവിടെ ചെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി. വി കെ രത്നമ്മ. ആ വി കെ രത്നമ്മ. 93-ലാ കേസ് തുടങ്ങുന്നത്. 93-ല്. ആ ആ ആ ആ ആ ആ ആ ആ എന്തായാലും വി കെ രത്നമ്മ എന്ന് പറയുന്ന നിങ്ങളുടെ മോനറിയാലോ ബന്ധം പറയാന് അറിയാലോ. അപ്പൊ അവരുമായിട്ട് നിങ്ങൾ എത്ര കേസ് ഉണ്ടായിരുന്നു, വസ്തുവിനല്ലായിരുന്നു കേസ്. ഇതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് അത് മോന്റെ അമ്മയുടെ സരസ്വതി എന്ന് പറയുന്ന ആ ഭോപ്പാലിലുള്ള ഒരു അമ്മയുടെ വസ്തുവായിരുന്നു. ആ വല്യമ്മച്ചിക്ക് ഇതുപോലെ നീ നിങ്ങൾ 5000 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് ഇതുപോലെ കള്ളക്കേസ് ഉണ്ടാക്കിയതല്ലയോ എന്ന് ചോദിക്കണം. ഇത് 5000 രൂപ കൊടുത്ത് അവന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഇതിന് അവരോടും കേസ് കൊടുത്തത് കേട്ടോ. നീ ഞങ്ങളുടെ അമ്മയൊക്കെയും കാശ് തന്നും ഇതേ രീതിയിലല്ലയോ കള്ളം പറയുന്നത് കേട്ടോ. ഇതാണ് പോയിന്റ് അവന്റെ. ഇവൻ എല്ലായിടവും കാശ് കൊടുത്തെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ ഇവൻ എല്ലായിടവും ഇത് പറയുന്നത്. ഇതിനൊരു രേഖയുണ്ടോ? ഇല്ലല്ലോ. രേഖ വല്ലതും ഉണ്ടോ? ഒപ്പൊന്നുമല്ല. തെളിയിച്ചോ? നിങ്ങളുടെ സിഗ്നേച്ചറിന് ഇത് കൊടുത്തായിരുന്നോ അങ്ങനെ? അവൻ തെളിയിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ആ ആ ആ ഇത് മിക്കവാറും തട്ടിപ്പോവും. എന്താ